Hello students, welcome to the part 3 of unit 4 of class 1 biology, keeping diseases away. 10th class ബയോളജിയിലെ നാലാമത്തെ യൂണിറ്റായ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠഭാഗത്തിലെ മൂന്നാം ഭാഗം വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. Today we are going to deal with the viral diseases. ഇന്ന് നമ്മൾ വൈറസ് രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. Before starting with viral diseases, we have to know what is virus. Okay, what is a virus? നമുക്ക് ഇന്നത്തെ പാഠം ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് വൈറസ് എന്ന് നോക്കാം. Virus is a submicroscopic body consisting of a genetic material surrounded by a protein coat. Okay, it's a submicroscopic body. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ പോലും കാണാൻ പറ്റാത്ത അത്ര ചെറുതാണത്, മനസ്സിലായി, അതിസൂക്ഷ്മമായ അത്. It consists of a genetic material which is surrounded by a protein coat. ഒരു സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായതും ഒരു പ്രോട്ടീൻ ആവരണത്താൽ ചുറ്റപ്പെട്ട ജനിതക വസ്തു ഉള്ളതുമായ ഒരു ഘടനയാണ് വൈറസിൻ്റെ. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഓൺലി ഇൻസൈഡ് എ ലിവിംഗ് സെൽ. വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ഓൺലി ഇൻസൈഡ് എ ലിവിംഗ് സെൽ. ജീവനുള്ള മറ്റൊരു കോശത്തിൽ മാത്രമേ വൈറസുകൾക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അവയ്ക്ക് പെരുകാനൊക്കുകയുള്ളൂ. ഓക്കെ, അപ്പം വൈറസ് ജീവനുള്ള മറ്റൊരു കോശത്തിനുള്ളിൽ മാത്രമേ അതിന് പെരുകാനൊക്കുകയുള്ളൂ. That's about virus. Okay, so virus is a submicroscopic body consisting of a genetic material surrounded by a protein coat. It can replicate only inside a living cell. ഒരു സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായതും ഒരു പ്രോട്ടീൻ ആവരണത്താൽ ചുറ്റപ്പെട്ട ജനിതക വസ്തു ഉള്ളതുമായ ഒരു ഘടനയാണ്, അതിസൂക്ഷ്മമായ ഘടനയാണ് വൈറസ്. ജീവനുള്ള മറ്റൊരു കോശത്തിൽ മാത്രമേ വൈറസുകൾക്ക് പെരുകാൻ കഴിയുകയുള്ളൂ. ഇതാണ് വൈറസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന ഘടകം. ഓക്കെ, അപ്പോൾ എന്താണ് വൈറസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. Now let's go to the viral diseases. ഓക്കെ, നമുക്ക് വൈറസ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് the first one is Nipah. കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളത്തിൽ വളരെ കുറേ ആൾക്കാർക്ക് ഈ അസുഖം പിടിപെടുകയും നമ്മൾ വളരെ ജാഗരൂകരായി നമ്മുടെ ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചതിനാൽ അതിൻ്റെ വ്യാപനം നമുക്ക് തടയാനും കഴിഞ്ഞ ഒരു രോഗമാണ് നിപ്പ. ഓക്കെ, നിപ്പ ഇറ്റ്സ് എ communicable disease, and last year in our state there was an outbreak of it, but by the timely intervention of the health department of the government, that could stop the spread of that disease. That is what is called Nipah. The name is very familiar to you. ഓക്കെ, നിങ്ങൾക്ക് വളരെ സുപരിചിതമായ പേരാണ് നിപ്പ. അപ്പം ഈ നിപ്പ രോഗം അതെങ്ങനെയാണ് പകരുന്നത്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ കോസേറ്റീവ് ഓർഗാനിസം? അതിൻ്റെ രോഗകാരി ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിപ്പ ഒരു വൈറൽ രോഗമാണെന്ന് നമ്മൾ പറഞ്ഞു. സോ നിപ്പ, ദ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് നിപ്പ ഈസ് നിപ്പ വൈറസ്. നിപ്പ വൈറസ്. ഓക്കെ, ഇറ്റ്സ് എ വൈറസ്. സോ അതിൻ്റെ രോഗകാരി നിപ്പ വൈറസ് ആണ്. ഓക്കെ, ആൻഡ് നൗ വാട്ട് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? എന്താണ് അതിൻ്റെ പകരുന്ന വിധം എന്ന് നമുക്ക് നോക്കാം. ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇറ്റ് ഈസ് ത്രൂ ഫ്രൂട്ട്സ് contaminated by the urine and saliva of fruit-eating bats. The fruit-eating bats. The fruits contaminated by the urine and saliva of fruit-eating bats, or through direct contact with infected animals. Okay, direct contact with infected animals.
and people. അതായത് രോഗവാഹകരായ വവ്വാലിൻ്റെ ഉമിനീർ, മൂത്രം എന്നിവയിലൂടെ മലിനപ്പെട്ട പഴങ്ങളിലൂടെ വവ്വാല് കടിച്ചിട്ട് രോഗവാഹകരായ വവ്വാല് കടിച്ചിട്ട് ഇടുന്ന പഴങ്ങൾ, ഓക്കെ, ഫ്രൂട്ട്സ്, ഉദാഹരണത്തിന് പേരയ്ക്കായി അങ്ങനെയൊക്കെയുള്ള പഴങ്ങളിലൂടെയും, പിന്നീടോ രോഗബാധിതരായ ജന്തുക്കളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരായ ജന്തുക്കളുമായിട്ട് നമുക്ക് നേരിട്ട് ഈ വവ്വാലിൽ നിന്നും ചിലപ്പോൾ മറ്റ് ജന്തുക്കൾക്ക്, നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കൊക്കെ പറ്റാം, അവയിലേക്ക് പകരാം. നമ്മൾ ആ വളർത്തുമൃഗങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ നമുക്കിത് പകരാം. ഓക്കെ, സോ the mode of transmission is through foods contaminated by the urine and saliva of fruit-eating bats or through direct contact with infected animals and people. രോഗവാഹകരായ വവ്വാലിൻ്റെ ഉമിനീർ, മൂത്രം എന്നിവയിലൂടെ മലിനപ്പെട്ട പഴങ്ങളിലൂടെയും അല്ലെങ്കിൽ രോഗബാധിതരായ ജന്തുക്കളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ നിപ്പ വൈറസ് പകരാം, നിപ്പ രോഗം പകരാം. ഇനി അതിൻ്റെ വെക്ടർ, വാട്ട് ഈസ് എ വെക്ടർ ഓഫ് ദിസ്? വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? വെക്ടർ രോഗവാഹകർ. ഒരു രോഗാണുവിനെ ഒരു സോഴ്സിൽ നിന്നും മറ്റൊരു ഫ്രഷ് ജീവിയിലേക്ക്, ഒരു രോഗം വഹിക്കുന്ന അല്ലെങ്കിൽ രോഗകാരിയായ രോഗമുള്ള ഒരു ജന്തുവിൽ നിന്നും രോഗമില്ലാത്ത മറ്റൊരു ജന്തുവിലേക്ക് ഈ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ജീവികളെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ നിപ്പ വൈറസിനെ രോഗമുള്ള ഒരാളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജന്തുവിൽ നിന്നും മറ്റൊരു രോഗമില്ലാത്ത ആളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ആ വാഹകരാരാണ്? അല്ലെങ്കിൽ ഒരു ഉറവിടത്തിൽ നിന്നും മറ്റൊരു രോഗബാധിതരല്ലാത്ത ആൾക്കാരിലേക്കോ ജന്തുക്കളിലേക്കോ വഹിച്ചു കൊണ്ടുപോകുന്ന ആളാരാണ്? അതാണ് രോഗവാഹകർ, വെക്ടേഴ്സ്. അത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. ഓക്കെ, സോ ദ വെക്ടർ ഓഫ് നിപ്പ ഈസ് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്. Okay, so you know what is a causative organism, you know the mode of transmission, and you know the vector of Nipah. Okay, now listen up here. There is a flow chart that shows how Nipah virus get transmitted. Okay, here you can see the fruit eating bats as a Nipah virus vector. Okay, so this bat is infected with Nipah virus, and from the saliva of or urine of these bats it can be directly transmitted to the human beings if the human being comes in direct contact with the fruit eating bats that carries Nipah virus. മനസ്സിലായല്ലോ? ഒരു നിപ്പ വൈറസിന് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലിൽ നിന്നും നേരിട്ട് മനുഷ്യനിലേക്ക് കോണ്ടാക്ട് ഉണ്ടായാൽ അത് പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നീടോ the remains of foods eaten by bats, the foods that have been eaten by a virus carrying bat. So when this fruit eaten by this bat, the leftover if it is eaten by a human being or by another animal, the virus enters into human being or that animal. Okay, the Nipah virus. So directly from the vector to the human being, or through the remains of foods eaten by the affected bats to human beings or to other animals, or directly from the bat to the pig or any other animals, and from that animal to human beings indirectly. Okay, from the bat directly to human being through the foods eaten by the bat, okay, the remains of the food, from that to the human beings, or directly to other animals from bat, or through the foods eaten, leftover of the foods eaten by the affected bat to animals, and from that animals to human beings. So these are the ways by which Nipah virus can be transmitted. ഇവിടെ നോക്കാം, നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലിൽ നിന്നും അതിൻ്റെ ഉമിനീരിലൂടെയോ നേരിട്ട് മനുഷ്യനിലേക്ക് സമ്പർക്കമുണ്ടായാൽ മനുഷ്യനിലേക്ക് വ്യാപിക്കാം. അല്ലെങ്കിൽ വവ്വാൽ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ മനുഷ്യൻ കഴിച്ചാൽ അതിലൂടെയോ, അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ ഭക്ഷിച്ച ജന്തുക്കളിലേക്കോ ആ ജന്തുക്കളിലൂടെ മനുഷ്യനിലേക്കോ പകരാം. ഇനി ഈ വവ്വാലിൽ നേരിട്ട് ജന്തുക്കളിലേക്കും പകരാം. വവ്വാൽ നേരിട്ട് ജന്തുക്കളിലേക്കും മനുഷ്യരിലേക്കും, വവ്വാൽ കഴിച്ച
പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ കഴിച്ച മനുഷ്യരിലേക്കും ജന്തുക്കളിലേക്കും പിന്നെ ഇൻഫെക്റ്റഡ് ആയ ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്കും ഇങ്ങനെയാണ് നിപ്പ വൈറസ് വ്യാപിക്കാനുള്ള സാഹചര്യങ്ങൾ. മനസ്സിലായല്ലോ? ഹൗ നിപ്പ വൈറസ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ്, എങ്ങനെയാണ് നിപ്പ രോഗം പകരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. Now comes the next disease, viral disease, that is AIDS. നമ്മുടെ ലോകത്ത് ഏറ്റവും പോപ്പുലറായ ഒരു രോഗമാണ് ഏതാണ്? എയ്ഡ്സ്. എയ്ഡ്സ് എന്ന അസുഖത്തിൻ്റെ ഫുൾ ഫോം: A for acquired, I for immuno, D for deficiency and S for syndrome. Acquired immunodeficiency syndrome. Okay, എയ്ഡ്സിൻ്റെ ഫുൾ ഫോമാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിന് മലയാളമായിട്ട് ഒന്നും പറയാനില്ല, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് തന്നെ പഠിക്കണം. അതിൻ്റെ രോഗകാരി എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറലി സ്പീക്കിംഗ് ഇറ്റ്സ് എ വൈറസ്. ഓക്കെ, വൈറസ് ആണത്, രോഗകാരി വൈറസ് ആണ്. അപ്പോൾ ഏത് വൈറസാണ്? വൈറസിൻ്റെ പേര് HIV എന്ന് നിങ്ങൾ കേട്ടാണ്. So the causative organism of AIDS, it is HIV, that is human immunodeficiency virus, or simply human immunovirus. Okay, human immunodeficiency virus or human immunovirus, that is HIV. So AIDS, the causative organism is HIV. HIV, human immunodeficiency virus എന്ന ഈ വൈറസ് ആണ് എയ്ഡ്സ് പരത്തുന്നത്, അതിൻ്റെ രോഗകാരി. ഓക്കെ, എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അറിയാം, എയ്ഡ്സിൻ്റെ രോഗകാരി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നൗ എന്താണ് എയ്ഡ്സിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്ന വിധം എന്ന് നമുക്ക് നോക്കാം. ഒരു വൈറൽ ഡിസീസാണ്, അത് എങ്ങനെയൊക്കെ പകരും? There are 4 important ways through which AIDS can be transmitted. ഓക്കെ, ഏതാണ്ട് ഒരു 4 പ്രധാനപ്പെട്ട രീതികളിലൂടെയാണ് എയ്ഡ്സ് പ്രധാനമായും പകരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. Number 1 is through sexual contact with HIV infected person. Okay, if a fresh person is having sexual contact with the opposite sex who is having HIV, or that is through sexual contact with HIV infected person, അതായത് HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ HIV എയ്ഡ്സ് പകരും. ഓക്കെ, HIV ബാധിക്കാത്ത ഒരാൾക്ക് HIV ബാധിച്ച മറ്റൊരാളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എന്തുണ്ടാകാം? എയ്ഡ്സ് പകരാം. ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV infected person, that is number 1. Number 2, from HIV infected mother to the fetus. If a pregnant mother got infected with HIV and that mother can transmit the virus to the fetus that is growing in her womb. Okay, എന്താണ്? ഒരു HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് HIV പകരാനുള്ള സാധ്യത. ഓക്കെ, ഇപ്പോൾ 2 സാധ്യതകൾ നമ്മൾ പഠിച്ചു. ഒന്ന് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, മറ്റൊന്ന് HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്. Number 3, by sharing needles and syringes contaminated with HIV components. ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് സാധാരണ ഈ രീതിയിലുള്ള ഇത് പകരാനുള്ള സാധ്യത. ഓക്കെ, they share the needles to inject the drugs and they don't care about anything, the health issues. Okay, so when an infected person shares the needle, okay, with somebody else for taking drug, HIV can be transmitted. Okay, so HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ. അപ്പം പണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചാൽ ഹോസ്പിറ്റലുകളിൽ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഓക്കെ ചിലപ്പം നമ്മുടെ രാജ്യത്തും പല രാജ്യങ്ങളിലൊക്കെ ഈ റൂറലായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ സിറിഞ്ചൊക്കെ ഡിസ്പോസിബിൾ സിറിഞ്ചൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഡിസ്പോസിബിൾ സിറിഞ്ച് അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ച, മനസ്സിലായില്ലേ, ഡിസിൻഫെക്റ്റ് ചെയ്ത സിറിഞ്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
ഓക്കെ, അപ്പം അങ്ങനെ സിറിഞ്ച് ഷെയർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നീഡിൽസ് ഷെയർ ചെയ്യുന്നതിലൂടെ HIV ബാധിക്കാം. HIV ബാധിതരായിട്ടുള്ളവർ ഉപയോഗിച്ച സിറിഞ്ച് ഷെയർ ചെയ്യുന്നതിലൂടെ. ഓക്കെ, നമ്പർ 4, ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. ഒരു HIV ബാധിതനായ ആളിൽ നിന്നും രക്തം സ്വീകരിച്ചാൽ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും എന്ന് വെച്ചാൽ അത് HIV ബാധിതരായ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന രക്തമോ അവയവമോ, അല്ലെങ്കിൽ HIV ബാധിച്ച ഒരാൾ ഹാൻഡിൽ ചെയ്ത കൈകാര്യം ചെയ്ത, മനസ്സിലായില്ലയോ, രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ വളരെ ശ്രദ്ധയില്ലാതൊക്കെ ഈ ബയോ ഹസാർഡ്സ് ആണ് ഈ രക്തവും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ട്രാഷ് വെച്ചിട്ട് ബയോ ഹസാർഡ്സ് എന്ന് എഴുതിയേക്കുന്നത് കാണാം, മനസ്സിലായില്ലയോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളരെ ശ്രദ്ധയോടെ ഡിസ്പോസ് ചെയ്യേണ്ട സംഗതികളൊക്കെയാണ്. അപ്പം these are the important ways through which HIV is transmitted. Number 1, through sexual contact with HIV infected person. Number 2, from HIV infected mother to the fetus. Number 3, by sharing needles and syringes contaminated with HIV components. Number 4, through the reception of blood and organs contaminated with HIV. HIV പകരുന്ന വിധം ഒന്നെന്ന് പറയുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, അടുത്തത് HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്, 3, HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ, മറ്റൊന്ന് HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് HIV എന്നും മനസ്സിലായി, HIV-യുടെ രോഗകാരി എന്താണെന്ന് മനസ്സിലായി, HIV എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി, അത് പകരുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹൗ ഡസ് HIV അഫക്ട് ദ ബോഡി. നമ്മുടെ ശരീരത്തെ HIV എങ്ങനെയാണ് ബാധിക്കുന്നത്? When HIV virus enters into our body, how does it affect the body and how does it multiply? അത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പെരുകുന്നു, നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്പർ 1, HIV after entering the body reaches the lymphocytes which help our body for immunity. അതായത് നമ്മുടെ ശരീരത്തിലെത്തുന്ന HIV വൈറസ് നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ലിംഫോസൈറ്റുകളിൽ കടക്കുന്നു. ഓക്കെ, സോ എന്താണ് നമ്പർ 1, HIV, that is a human immunovirus. If it gets a chance to enter a fresh human body, what happens? It reaches the lymphocytes. What is the specialty of lymphocytes? The lymphocytes help our body for immunity. നമ്മുടെ ശരീരത്തെ പ്രതിരോധത്തിന് സഹായിക്കുന്ന ലിംഫോസൈറ്റുകളാണ്, അവയിലാണ് ഇവ എത്തുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ HIV കടക്കാൻ ഇടയായാൽ ആ വൈറസ് എവിടെ എത്തിച്ചേരും? ലിംഫോസൈറ്റുകളിൽ എത്തിച്ചേരും. എന്താണ് ലിംഫോസൈറ്റുകളുടെ പ്രത്യേകത? അത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ചില കോശങ്ങളാണ്. മനസ്സിലായല്ലോ? സോ നമ്പർ 1, ഇറ്റ് റീച്ചസ് ദ ലിംഫോസൈറ്റ്സ്, ലിംഫോസൈറ്റുകളിൽ എത്തിച്ചേരുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്? നമ്പർ 2, ദ വൈറസ് മൾട്ടിപ്ലൈസ് യൂസിംഗ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റിലെ ജനിതക വസ്തു ഉപയോഗിച്ച് അവ പെരുകുന്നു. നമ്മൾ ആദ്യം when we discuss about what is a virus, we have mentioned that the virus can multiply only in a living cell. വൈറസിന് ഒരു ജീവകോശത്തിൽ മാത്രം, ജീവനുള്ള കോശത്തിൽ മാത്രമേ പെരുകാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പെരുകുന്നതെന്ന് അറിയാമോ? ഈ ലിംഫോസൈറ്റ്സ് they use, the virus multiplies using the genetic mechanism of lymphocytes. നമ്മുടെ ലിംഫോസൈറ്റുകളിലെ ജനിതക വസ്തു ഉപയോഗിച്ചാണ് അവ പെരുകുന്നത്. മനസ്സിലായോ? ഒരു ഫ്ലൈറ്റ് ചില ഭീകരർ കയറി തട്ടിയെടുത്താൽ, ഹൈജാക്ക് ചെയ്താൽ, ആ പൈലറ്റിന് പിന്നെ എന്താണ്? പിന്നെ ആ ഹൈജാക്കർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ നോക്കൂ. അതേപോലെയാണ് when HIV enters into the lymphocytes, it hijacks the genetic machinery of the lymphocytes. അത് ഈ HIV നമ്മുടെ ലിംഫോസൈറ്റിൽ കയറിയാൽ നമ്മുടെ ലിംഫോസൈറ്റുകളെ ജനിതക വസ്തുവിനെ അവ ഹൈജാക്ക് ചെയ്യുകയാണ്. ചെയ്തിട്ട് ലിംഫോസൈറ്റിലെ ജനിതക വസ്തു ഈ HIV-യുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. ഓക്കെ, the genetic mechanism of the lymphocytes
are forced to work for the HIV. മനസ്സിലായില്ലയോ? അവ HIV വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഹൈജാക്കിംഗ്, ജസ്റ്റ് ലൈക്ക് ഹൈജാക്ക്. Number 3. Now what happens? This genetic mechanism of the genetic material of the virus enters into the lymphocytes, and that genetic materials makes the genetic material of the lymphocytes to work for it. Now what happens? The number of lymphocytes decrease and the number of virus increase, and they infect other lymphocytes. Now what happens? The virus enters into the lymphocytes and it forces the lymphocytes to produce, for the multiplication of its own cells, HIV, the components of HIV. മനസ്സിലായോ? ഈ ലിംഫോസൈറ്റുകളിൽ കയറുന്ന HIV ഉണ്ടല്ലോ, അതിൻ്റെ ജനിതക വസ്തു ലിംഫോസൈറ്റുകളുടെ ജനിതക വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ HIV ഘടകങ്ങളെ ഉണ്ടാക്കിക്കുന്നു. അതായത് ലിംഫോസൈറ്റുകൾ എന്തുണ്ടാക്കും? HIV ഘടകങ്ങളെ ഉണ്ടാക്കും. HIV അകത്തുള്ള ജനിതക വസ്തുവിനെയും പ്രോട്ടീനെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കും. അവയെല്ലാം കൂടി ചേർന്ന് അതിനകത്ത് വൈറസ് പെരുകും. ഓക്കെ, what happens? The HIV, after entering the lymphocytes, force the lymphocytes to produce HIV, the components of HIVs, and those components join together to form a large number of HIVs inside the lymphocytes, and the lymphocytes break and the number of HIVs come out. So what happens? That the number of lymphocytes decrease and the number of HIV increases. അങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും ഈ HIV വൈറസുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ആദ്യം HIV ശരീരത്തിൽ കയറി, അവ ലിംഫോസൈറ്റുകളിലെത്തി, ലിംഫോസൈറ്റിലെ ജനിതക വസ്തു ഉപയോഗിച്ച് അവ പെരുകി. അങ്ങനെ എന്ത് ചെയ്യുന്നു? ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും വൈറസുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിംഫോസൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ലിംഫോസൈറ്റ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് അല്ലെങ്കിൽ കോശങ്ങളാണ്. അപ്പൊ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറയുകയും ചെയ്തു, വൈറസിന്റെ എണ്ണം കൂടുകയും ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? The number of lymphocytes decrease and the number of virus increase, and they infect other lymphocytes. ഈ വർദ്ധിച്ച ഈ വൈറസുകൾ മറ്റുള്ള ലിംഫോസൈറ്റുകളെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നു. Since the number of lymphocytes decrease, the body's immunity decreases and the body will be susceptible to a number of diseases. നമ്മുടെ ശരീരം മറ്റു പല രോഗങ്ങൾക്കും വശംവദരാകുന്നു, മറ്റു പല രോഗങ്ങൾക്കും അടിമപ്പെടുന്നു. കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു, ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. ഓക്കെ, ആൻഡ് thus the condition of patient become fatal. അങ്ങനെ രോഗിയുടെ അവസ്ഥ മാരകമാകുന്നു. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പല വിധത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുന്നു. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ the body will be infected with a number of diseases. That's why the name acquired immunodeficiency syndrome. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അക്വയർ ചെയ്യുന്നതാണ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി. മനസ്സിലായല്ലോ? എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്റെ ഫലമായിട്ട് സിൻഡ്രോം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്, എ നമ്പർ ഓഫ് ഡിസീസസ്. അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ആ പേര് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ പല വിധത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ട് രോഗിയുടെ കണ്ടീഷൻ വളരെ മാരകമായി മാറുന്നു. ഇതാണ് HIV നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. നമ്പർ 1, ശരീരത്തിലെത്തുന്ന വൈറസ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ലിംഫോസൈറ്റുകൾ കടക്കുന്നു. അടുത്തത്, ലിംഫോസൈറ്റിലെ ജനിതക വസ്തു ഉപയോഗിച്ച് അവ പെരുകുന്നു. ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുകയും വൈറസുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അടുത്തത്, ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നതിനാൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും ശരീരത്തെ പല വിധത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രോഗിയുടെ അവസ്ഥ മാരകമാകുന്നു. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഹൗ ഡസ് HIV affect the body?
These 4 points you have to keep in mind. ഈ ചിത്രം കാണിക്കുന്നത് എങ്ങനെയാണ് ഈ വൈറസ് നമ്മുടെ ലിംഫോസൈറ്റ്സിനെ ബാധിക്കുന്നതെന്നാണ്. ഇത് വൈറസാണ്, HIV വൈറസ്. HIV വൈറസ് ലിംഫോസൈറ്റിൻ്റെ സെൽ മെമ്പറൈനിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയലിനെ അകത്തേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ നമ്മുടെ ഈ HIV എന്ന് പറയുന്നത് ഒരു RNA വൈറസാണ്. അതിൻ്റെ ജനിതക ഘടകം RNA ആണ്. ഈ RNA അതിൻ്റെ DNA ഉണ്ടാകും. സാധാരണ നമ്മുടെ കോശങ്ങളിൽ RNA ഉണ്ടാക്കുന്നത് DNA ആണ്. ആ പ്രോസസ്സിന് പറയുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ഇത് തിരിച്ച് ഈ RNA ലിംഫോസൈറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സിലൂടെ, ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രക്രിയയിലൂടെ DNA ഉണ്ടാക്കുന്നു. ഈ DNA ലിംഫോസൈറ്റിന്റെ DNAയുടെ ഭാഗമായി മാറുന്നു. എന്നിട്ടോ ഈ DNA, അപ്പോൾ ഇതിനകത്ത് ഈ ഘടകം എത്തി. ഇനി ഇതിന്റെ പ്രവർത്തനത്തിലൂടെ എന്തുണ്ടാകുന്നു? ഈ RNA ഉണ്ടാകുന്നു. ഈ വൈറൽ RNA, ഇഷ്ടം പോലെ ധാരാളം വൈറൽ RNAകൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ DNA വെച്ച് വൈറൽ പ്രോട്ടീനുകളും ഉണ്ടാകുന്നു. ഈ വൈറൽ പ്രോട്ടീനുകളും ഈ വൈറൽ RNAകളും ചേർന്ന് ധാരാളം വൈറസുകൾ ഉണ്ടാകുന്നു. അവ ലിംഫോസൈറ്റ് പൊട്ടി പുറത്തേക്ക് വരുന്നു. ലിംഫോസൈറ്റ് കാലക്രമം അവ നശിക്കുന്നു, വൈറസിന്റെ എണ്ണം കൂടുന്നു. അങ്ങനെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നത്. ഈ ചിത്രം വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഈ HIV വൈറസ് നമ്മുടെ ലിംഫോസൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഹൈജാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ട് അതിനെ കൊണ്ട് ഈ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ, മനസ്സിലായി, ജനിതക ഘടകവും അതിൻ്റെ പ്രോട്ടീനുകളെയും നിർമ്മിക്കുകയും അവ പെരുകുകയും ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ചിത്രം നല്ലപോലെ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ദാറ്റ്സ് എ ലൈഫ് സൈക്കിൾ ഓഫ് വൈറസ് HIV ഇൻ ലിംഫോസൈറ്റ്സ്. ഓക്കെ, ഇനി ലെറ്റ്സ് സീ how AIDS does not spread. How does AIDS not spread? എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല. കാരണം എയ്ഡ്സ് ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ അകറ്റി നിർത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പം അത് തെറ്റാണ്. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്താൻ നമുക്ക് ഒക്കുകയുള്ളൂ. സോ എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് by touch, shaking hands, coughing, sneezing. AIDS will not spread. Just like how the coronavirus or the COVID-19 spread, AIDS does not spread like that. Okay? Then through insects like mosquitoes, houseflies. മസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ. ഒരു രോഗിയെ കടിച്ച മസ്കിറ്റോ വന്ന് മറ്റൊരാളെ കടിച്ചാൽ എയ്ഡ്സ് പകരില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിംഗ് ഫുഡ്, ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ടോ ആഹാരം ഷെയർ ചെയ്തത് കൊണ്ടോ എയ്ഡ്സ് പകരില്ല. ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്, എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. ഓക്കെ, സോ എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, coughing, sneezing, etc. It does not spread through insects like mosquitoes and houseflies. AIDS does not spread by staying together and sharing food. AIDS does not spread by using the same toilet, and AIDS does not spread by taking bath in the same pond. എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല? സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ എയ്ഡ്സ് പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പകരില്ല. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ ഒന്നും എയ്ഡ്സ് പകരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എയ്ഡ്സ് രോഗിയെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിചയപ്പെടുക ഇടവന്നാൽ നമ്മൾ അവരെ അകറ്റി നിർത്തേണ്ട ആവശ്യകതയുണ്ടോ? അവരെ ഒറ്റപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? ഡു വി നീഡ് ടു isolate an AIDS patient if we come across one? No, there is no need for the AIDS patient to be isolated. മനസ്സിലായില്ലയോ? എയ്ഡ്സ് രോഗിയെ അകറ്റി നിർത്തേണ്ട, അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, എയ്ഡ്സ് ഈ കാര്യങ്ങളിലൂടെ ഒന്നും പകരില്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് പകരുന്നത്? എയ്ഡ്സ് പകരുന്നത് ഈ പ്രധാനപ്പെട്ട ഈ രീതികളിലൂടെയാണ്. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവവും സ്വീകരിക്കുന്നതിലൂടെ, ത്രൂ സെക്ഷൽ കോൺടാക്ട് വിത്ത് HIV infected persons, from HIV infected mother to the fetus, by sharing needles and syringes contaminated with HIV components,
through the reception of blood and organs contaminated with HIV. Okay, these are the ways by which the AIDS is transmitted. Okay, so you know what is the full form of AIDS? You know what is the causative organism of AIDS? HIV. What is the full form of that? And you know why it is called acquired immunodeficiency syndrome? You know that. Now you know how it affects the body, how it multiplies. This picture, this diagram explains it very well. Okay, now you know how AIDS does not spread. AIDS എങ്ങനെയൊക്കെ പകരില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഇത്രയുമാണ് എയ്ഡ്സിനെ കുറിച്ചുള്ളത്. ഇനി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഇതൊരു ലിവർ ഡിസീസാണ്. ഇറ്റ് ഈസ് ആൾസോ എ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കരൾ രോഗമാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് അതിൻ്റെ രോഗകാരണം ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. ദിസ് ഈസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആൻഡ് ഇറ്റ് ഈസ് എ വൈറൽ ഇൻഫെക്ഷൻ. It can be caused by viral infection of hepatitis virus, alcohol, drugs and toxins. Okay, alcohol abuse, drug abuse and toxins that enter into our body, okay, through food or some other through medicines or misuse or something like that. നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന വൈറസിലൂടെ, വൈറസ് ബാധയിലൂടെ മദ്യപാനം, ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ, നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങളെ ഡീടോക്സിഫൈ ചെയ്യുന്നത് ആരാണ്? കരളാണ്. മനസ്സിലായി? The liver functions for detoxification of the toxins that enter into our body. So when much toxins enter into our body through food or through other sources, the liver has to work very hard and ultimately it can get inflamed and get infected. Okay, so that can cause what is called hepatitis 2. മനസ്സിലായില്ലേ? നമ്മുടെ ശരീരത്തിലെത്തുന്ന ടോക്സിനുകളെ നിർവീര്യമാക്കുന്നത് നമ്മുടെ കരളാണ്. അപ്പോൾ ആ കരളിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരും, കൂടുതൽ ടോക്സിനുകളൊക്കെ എത്തിച്ചേർന്ന് അങ്ങനെ നമ്മുടെ കരൾ കോശങ്ങൾ നശിക്കാൻ ഇടവരുന്നു. അങ്ങനെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകും. ഇപ്പം വൈറസ് ബാധയുണ്ട്, മദ്യപാനത്തിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കാം, ശരീരത്തിലെത്തുന്ന വിഷാംശങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് ബാധിക്കാം. യു നോ വാട്ട് ആർ ദ കോസസ് ഫോർ ഹെപ്പറ്റൈറ്റിസ്? ഇനി ലെറ്റ്സ് സീ. The flow of bile secreted by the liver is blocked, which causes an increase of bile pigment, bilirubin in the blood. So during the condition of hepatitis, what happens is, the flow of bile secreted by liver is blocked. നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം നമ്മുടെ ദഹനത്തിന്, എസ്പെഷ്യലി പ്രത്യേകിച്ചും കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ദഹനരസമാണ് പിത്തരസം. മനസ്സിലായില്ലയോ? ഈ പിത്തരസത്തിന്റെ പ്രവാഹം തടയപ്പെടും. അതുവഴി പിത്തരസത്തിലെ വർണ്ണവസ്തുവായ ബിലിറൂബിൻ, ബിലിവെറിഡിൻ എന്നൊക്കെ പറയുന്ന വർണ്ണവസ്തുക്കളുണ്ട്. എന്തത്തിലാണ്? നമ്മുടെ പിത്തരസത്തിൽ. അവയുടെ അളവ് രക്തത്തിൽ കൂടുന്നു. The flow of bile secreted by liver is blocked, which causes an increase of bile pigment, bilirubin in the blood. അപ്പം രക്തത്തിലൂടെയുള്ള നമ്മുടെ പിത്തരസത്തിൻ്റെ അതിൻ്റെ പ്രവാഹം തടഞ്ഞാലേ, അതിൻ്റെ ഒഴുക്ക് തടയപ്പെടുന്ന വഴി എന്ത് സംഭവിക്കുന്നു? രക്തത്തിൽ പിത്തരസത്തിലെ വർണ്ണവസ്തുവായ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ സിംറ്റംസ് കാണിക്കും അല്ലേ? വാട്ട് ആർ ദ സിംറ്റംസ്? ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, അത് നമുക്ക് നേരത്തെ അറിയാം. ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദ ലിവർ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ സിംറ്റംസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ദെൻ യെല്ലോ കളർ ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ, നെയിൽ, വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ. യെല്ലോ കളർ ഇൻ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ, മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, പിന്നീടോ നെയിൽസ് എറ്റ്സെട്ര, there will be yellow color, jaundice. Okay, so it's a symptom of what is called hepatitis, the liver malfunctioning. Okay, അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലുമൊക്കെ ഉണ്ടാകുന്ന മഞ്ഞ നിറം ഒരു ലക്ഷണമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കരളിൻ്റെ നീർവീക്കം, കരളിൽ നീർവീക്കം ഉണ്ടാകുന്നു, അവിടെ അണുബാധ ഉണ്ടാകുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. നൗ ലെറ്റ്സ് സീ വാട്ട് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ്. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, പകരുന്നത്? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ.
ഇതിൻ്റെ വൈറസ് ബാധിക്കാം. ഓക്കെ, ദെൻ ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് പേഷ്യൻസ്. ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസിൻ്റെ രക്തഘടകങ്ങളും വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ മറ്റ് ഒരു ഫ്രഷ് ആളിൽ എത്തപ്പെടാൻ കാരണമായാൽ അതിലൂടെ ഇത് പകരാം. ആഹാരത്തിലൂടെ ജലത്തിലൂടെയൊക്കെ പകരാം. മനസ്സിലായില്ലയോ? പിന്നീടോ some type of hepatitis get transmitted just like how HIV get transmitted. HIV പകരുന്നത് പോലെ പകരുന്ന ചില ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുമുണ്ട്. ഓക്കെ, HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് പകരാം. അപ്പം എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് മനസ്സിലായി. അതൊരു കരൾ രോഗമാണ്. ഇറ്റ്സ് എ ലിവർ ഡിസീസ്. ഇറ്റ്സ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ഡിസീസ്. ഓക്കെ, ഇൻഫെക്ഷൻ ഓഫ് ലിവർ, infection and inflammation of liver, and it causes viral infection, alcohol, drugs, toxins. Then what happens at that time? The flow of bile secreted by liver is blocked. Bile is a digestive juice secreted by liver and is stored in the gallbladder, you know that, and it helps for emulsification of fat. Emulsification of fat means breaking down of fat into very minute particles so that the digestion of fat will be easy. So bile helps for that. Okay, and also it neutralizes the acidity of the food that reaches the small intestine. അതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ. ആ ബൈലിൻ്റെ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ രക്തത്തിൽ ബൈൽ പിഗ്മെൻറ്റിൻ്റെ അളവ് കൂടുന്നു. അത് കാരണം എന്ത് സംഭവിക്കുന്നു? യെല്ലോ കളർ ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ, നെയിൽ, വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ. മനസ്സിലായില്ലയോ? അപ്പം നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം എന്ന് പറയുന്നത് ദഹനരസമാണ്. അത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന, കൊഴുപ്പിനെ ചെറിയ ചെറിയ കണികളാക്കി മാറ്റും. അതിനെ എമൽസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നീടുള്ള കൊഴുപ്പിൻ്റെ ദഹനത്തെ, മനസ്സിലായില്ലേ, അതിനെ സഹായിക്കുന്നത്, എളുപ്പമാക്കുന്നതാണ് എമൽസിഫിക്കേഷൻ. തന്നെയുമല്ല, നമ്മുടെ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് എത്തുന്ന ആഹാരം അസിഡിക് ആയിരിക്കും. അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതും എന്താണ്? ഈ ബൈലാണ്. അപ്പോൾ അതിൻ്റെ തടസ്സമുണ്ടാകുന്ന, അതിൻ്റെ പ്രവാഹത്തിന് തടസ്സമുണ്ടാകുന്ന വഴി എന്തുണ്ടാകുന്നു? അതിൽ ബിലിറൂബിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നു. അപ്പോൾ കണ്ണിലെ വെള്ളയും നമ്മുടെ ശ്ലേഷ്മസ്തരങ്ങളും നഖവും ഒക്കെ മഞ്ഞ നിറമാകുന്നു. ഇനി അത് പകരുന്ന വിധം എങ്ങനെയാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ through contaminated food and water, blood components and excreta of patients, and some type get transmitted just like how HIV get transmitted. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയും, HIV പകരുന്ന അതേ സാഹചര്യത്തിലൂടെയും എന്ത് പകരാം? ഹെപ്പറ്റൈറ്റിസ് പകരാം. Okay, so in today's class we have discussed 3 viral diseases. Number 1, Nipah, its causes, okay, the mode of transmission. Then AIDS, the causative organism, the mode of transmission, and what the ways by which AIDS doesn't spread or transmitted, and the ways by which AIDS is transmitted. Then we have seen hepatitis, the causative organism of hepatitis, and the symptoms of hepatitis, and the mode of transmission of hepatitis. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഇന്ന് 3 വൈറൽ രോഗങ്ങളെക്കുറിച്ച് പഠിച്ചു. നിപ്പ, അതിൻ്റെ രോഗകാരി, അതെങ്ങനെ പകരുന്ന വിധം. പിന്നീട് നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു. എയ്ഡ്സിൻ്റെ വൈറസ് ഏതാണെന്ന് പഠിച്ചു. അത് പകരുന്ന വിധം ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അത് പകരില്ല എന്ന് പഠിച്ചു. ഓക്കെ, എയ്ഡ്സ് രോഗിയെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതിൻ്റെ കാരണവും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നീട് നമ്മൾ ഹെപ്പറ്റൈറ്റിസ്, കരൾ രോഗമാണ്. കരളിൻ്റെ വീക്കവും കരളിൻ്റെ ഇൻഫെക്ഷനുമാണ് എന്ന് പഠിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് പഠിച്ചു. പല കാരണങ്ങളുണ്ട്. വൈറൽ കാരണമുണ്ട്. പിന്നീട് ടോക്സിൻസും ആൽക്കഹോളിസവും മദ്യപാനവും ഒക്കെ അതിന് കാരണമാകുമെന്ന് പഠിച്ചു. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി നമ്മൾ പഠിച്ചു. പിത്തരസത്തിൻ്റെ പ്രവാഹം തടയുന്ന വഴി രക്തത്തിലെ പിത്തരസത്തിലുള്ള പിഗ്മെൻറ്റിൻ്റെ വർണ്ണവസ്തുവിൻ്റെ അളവ് കൂടുന്നു. അങ്ങനെ കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും ശ്ലേഷ്മസ്തരത്തിലുമൊക്കെ മഞ്ഞ നിറമുണ്ടാകുമെന്ന് പഠിച്ചു. പിന്നെ എങ്ങനെയാണത് പകരുന്നത് എന്ന വിധവും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള വൈറൽ ഡിസീസസ്. പുസ്തകം നല്ലതുപോലെ വായിക്കുക. ഓക്കെ, ഈ വീഡിയോ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഓക്കെ, സൂചകങ്ങൾ, അത് ഉത്തരം എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റീഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. Okay,
you can ask me. Thank you. You all have a great day.